मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എനിക്ക് മോർണിംഗ് വാക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്തൊരു ഒടുക്കത്തെ ഓട്ടായത്. ഈ പോക്കാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അതെ അളിയാ, നമ്മുടെ മേഡത്തിന് എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം പുറത്തേക്ക് പോയിട്ട് വരാന്നാ പറഞ്ഞത്. ഇപ്പൊ എന്താന്ന് വെച്ചാ 5 മൈൽ ദൂരം ഓടാൻ പറയാ. എടേ, നിങ്ങളുടെ ശരീരം കണ്ടോ? തണ്ണിമത്തനെ പോലെ വീർത്തുപോയി. അത് ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മളെ മോർണിംഗ് വാക്കിനേക്ക് അയച്ചത്. മനസ്സിലായോ? സമ്മതിച്ചു, ഞങ്ങളെ തടി കുറയ്ക്കാൻ വേണ്ടി തന്നെ അയച്ചത്. എന്നാ മാഡം നിന്നെ എന്തിനു വേണ്ടി ഇങ്ങോട്ട് അയച്ചെന്ന് ഞങ്ങളോട് പറ. എന്നെ നിങ്ങളെ എല്ലാവരെയും ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് അയച്ചത്. മനസ്സിലാകുന്നുണ്ടോ? നിനക്കെന്താടാ നോക്കി നടന്നോടെ? മഴ പെയ്യാണല്ലോ. കൊച്ചളിയ, ഒരറിയിപ്പില്ലാതെ എങ്ങനെയാ മഴ പെയ്യുന്നത്? ഇപ്രാവശ്യം നീയൊക്കെ രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? അവിടെ നോക്കൂ, അവിടെ എന്തോ തിളങ്ങുന്നത് കണ്ടില്ലേ? എന്താണെന്ന് നോക്കാം, വരൂ. വാവ്, എത്ര വലുതാ! ഇതൊരു വലിയ ബലൂൺ തന്നെയാ. ഈ ബലൂണിലാണെങ്കിൽ ബട്ടണും വെച്ചിട്ടുണ്ട്. വാവ്, താനെ പറക്കുന്ന ബലൂൺ. എടുത്തോ, നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോവാം. എടുക്ക്. മേഡം ഇത് കണ്ടാൽ ഒരുപാട് സന്തോഷിക്കും. അല്ല, ഈ ബലൂൺ എന്താ ഇത്രയ്ക്ക് ഭാരമായിരിക്കുന്നത്? ഇതിന് ഭാരമൊന്നുമില്ല, നമുക്ക് ശക്തി ഇല്ലാത്തോണ്ടാ. അതുകൊണ്ടാ നമ്മളെ മാഡം വാക്കിങ്ങിന് അയച്ചത്. എങ്കിലേ നമ്മള് ഫിറ്റ് ആവുള്ളൂ. ഉരുട്ടാൻ നോക്ക്. ഈ ബലൂണിന് ഷോക്ക് അടിക്കുന്നുണ്ടല്ലോ. മനസ്സിലായോ? ഈ തത്തയ്ക്ക് വട്ടാണെന്നാ തോന്നുന്നേ. എടാ, ഏതെങ്കിലും ബലൂണിന് ഷോക്ക് അടിക്കാറുണ്ടോ? പോപ്പട്ടെ, നീ പറഞ്ഞത് കള്ളാ. നോക്ക്, ബണ്ണി അതിൽ തൊട്ട് ഡാൻസ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത്. അവൻ കളിക്കുന്നത് ഡാൻസ് അല്ല, ഷോക്ക് അടിച്ച് ജീവന് വേണ്ടി പോരാടുകയാണ്. ബണ്ണി വരൂ, പോയി നോക്കാം. കൊച്ചളിയ, ഈ ബലൂണിൽ എന്തോ ഒരു പ്രശ്നം ഒളിച്ചിരിപ്പുണ്ട്. മനസ്സിലായോ? എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇതെന്തായാലും ബലൂൺ അല്ല. ബലൂൺ അല്ലെങ്കിൽ ഇതെന്താ താജ്മഹലാ? ഇതെന്റെ ബലൂണാ. ഇനി ഇതിനെ ഞാൻ മാത്രമേ തൊടുകയുള്ളൂ.
എങ്ങനെ ഈ ബലൂണിനകത്ത് കയറിയത്? എനിക്കെന്താ ഇവൻ ചൈനയിൽ നിന്ന് വരുന്നെന്നാ തോന്നുന്നത്. ഇവൻ മൂക്കിക്കൂടെ സംസാരിക്കുന്നോണ്ടാ പറഞ്ഞേ. ഡേയ്, നിനക്ക് ചൈനീസ് നൂഡിലൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ? ഡേയ്, മരമണ്ടൻ. എനിക്ക് ചൈനീസ് ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഐ ലവ് ചൈന. കഴുതേ, ഇവൻ പാകം ചെയ്ത് തരുന്നവനല്ല, അകത്താക്കുന്നവനാ. മാറി നിക്ക്. കുഞ്ഞു കുട്ടിയാവൻ, കൊച്ചളിയാ. ഇവൻ ചൈനയിൽ നിന്ന് തന്നെയാ വരുന്നത്. ഞാൻ ഏലിയനാണ്. മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വരികയാണ്. ശൂന്യാകാശത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്റെ ഈ പേടകത്തിനകത്ത് എന്തോ ഒരു തകരാറുണ്ടായി. എന്റെ ഗ്രഹവുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇവിടെ ഉള്ളവർക്ക് ഞാൻ ഒരിക്കലും ആപത്തുണ്ടാക്കില്ല. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനായിക്കോട്ടെ. സോറി, എന്റെ ഈ സിസ്റ്റം ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. സോറി. ഒരു കാര്യം ചെയ്യാം, നമുക്കാദ്യം ഈ ബലൂണിനെ സ്റ്റോർ റൂമിൽ ഒളിച്ചു വെക്കാം. മാഡം ഞാനും അറിയാണെങ്കിൽ തീർച്ചയായും ടെൻഷൻ ആവും. ഇത് ബലൂണല്ല, UFO ആണ്. ഇതിനെ എത്രയും പെട്ടെന്ന് നന്നാക്കണം. എങ്കിലേ എനിക്ക് എന്റെ കുടുംബത്തിനെ കാണാൻ പറ്റൂ. നിനക്ക് നിന്റെ വീട്ടിൽ പോണല്ലേ? നിന്റെ വീട്ടിലെത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നീ വാ, നിന്റെ UFOനെ നമ്മുടെ സ്റ്റോർ റൂമിൽ ഭദ്രപ്പെടുത്തി വെക്കാം. പതുക്കെ, ശബ്ദമുണ്ടാക്കാതെ വാ. സ്പൈഡർ ഞാൻ കാണുകയാണെങ്കിൽ വലിയ പ്രശ്നമാവും. ഹണി, നീ ഏലിയനെ മറച്ചു വെക്കേ. ഇങ്ങോട്ട് വാ. അവിടെ ഇരി. എന്താ നിനക്ക് സംഭവിച്ചത്? കോളിംഗ് ബെൽ അടിച്ചിട്ട് ഡോർ തുറക്കാൻ എന്താ ഇത്രയും വൈകിയത്? എന്താ മാഡം, മാഡത്തിന് എന്താ തോന്നിയത്? ഞങ്ങൾ ഏലിയനെ ഒളിപ്പിച്ചു വെച്ചെന്നാണോ? ഏലിയനെയോ? ആരാണ് ഏലിയൻ? അല്ല, എവിടെയാണ് ഏലിയൻ? ഇല്ല മാഡം, ഒരു ഏലിയനും ഇല്ല. ആ, സ്റ്റോർ റൂമിൽ തീർച്ചയായിട്ടും ഇല്ല. എന്താണ് അവിടെ ഒരു ശബ്ദം? ആ, അല്ല, ഇതെന്ത് സാധന? എങ്ങനെ എവിടെ എത്തിയത്? ഇത് UFO ആണ്. ഞങ്ങളിത് കാട്ടീന്ന് എടുത്തോണ്ട് വന്ന. എല്ലാവരും പുറകോട്ട് മാറി നിൽക്ക്. ഇത് കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ എത്രയും പെട്ടെന്ന് പോലീസിനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരുത്തിക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു ആപത്തും ഉണ്ടാക്കിയില്ല. അതെ മാഡം, ഇവൻ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. പോലീസിനെ വിളിക്കുകയാണെങ്കിൽ ഇവൻ വീണ്ടും വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. പിന്നെ എല്ലാവരും ഇവനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യും. അത് ശരി തന്നെയാണ്. മാഡം, അവൻ അവന്റെ ഗൃഹത്തിലേക്ക് പോകണം. അവനെ നിങ്ങൾ സഹായിക്കണം. അവന്റെ UFO റിപ്പയർ ആയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വാവ്, റെയിൻ ഡാൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? സോറി മാഡം, സേഫ്റ്റി സിസ്റ്റം ആണ്. എന്ത് ചെയ്യുക മാഡം? ഇത് TV അല്ല, UFO ആണ്. മാഡം, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? പണി കഴിഞ്ഞു. കൂട്ടുകാരെ, എനിക്ക് എന്റെ ഗ്രഹത്തിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്. താങ്ക് യു മാഡം. നിങ്ങൾ കാരണം ഇപ്പോ ഞാൻ എന്റെ ഫാമിലിയെ കാണാൻ പോവുകയാണ്. ബൈ ബൈ. ബൈ ബൈ.
മാഡം, നിങ്ങൾ UFO ശരിയാക്കി. നിങ്ങൾ സാധാരണക്കാരിയല്ല, മനസ്സിലായോ? ആ അതെ, UFO ശരിയാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടിവിയും ശരിയാക്കാൻ പറ്റും. തീർച്ചയായും. എങ്കിൽ ചെയ്യേ. നമ്മുടെ ടി വി കേടായിരിക്കാണ്. ഞാൻ ടി വി അറിയാതെ കേടാക്കി. ഹണി